കഥയല്ലേ? എന്നാ കേട്ടോ. പണ്ട് 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 ഒരിടത്ത് ഒരു കാക്കമ്മ കൂടുകൂട്ടി. അതില് 4 മുട്ടയിട്ടു. എന്നിട്ട് മുട്ട കൂട്ടില് ഭദ്രമായി വെച്ചിട്ട് കാക്കമ്മ തീറ്റ തേടി പോയി. എന്നിട്ട് കാക്കമ്മ പോയ ഉടനെ ഒരു കള്ളിക്കുയിൽ പമ്മി പമ്മി പറന്ന് വന്ന് കാക്കക്കൂട്ടിൽ മുട്ടയിട്ടു. എന്നിട്ട് പറന്ന് ദൂരേക്ക് പോയി. അയ്യോ! കാക്കമ്മ തീറ്റ തേടി തിരിച്ചു വന്ന് നോക്കിയപ്പോഴെന്താ 5 മുട്ടകൾ. ഇതെന്താ 5 മുട്ട? ഞാൻ 4 മുട്ടയാണല്ലോ ഇട്ടെ. 1 2 3 4 5. ശേ, 5 മുട്ടയുണ്ടല്ലോ. ഇനി എനിക്ക് തെറ്റിയതാണോ? തനിക്ക് മുട്ടകളുടെ എണ്ണം തെറ്റിപ്പോയതായിരിക്കും കരുതി കാക്കമ്മ 5 മുട്ടകൾക്കും അടയിരുന്നു. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. മുട്ടകളെല്ലാം വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. അപ്പോ ഒരു കുഞ്ഞല്ലേ? അതെ. പക്ഷേ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും നിറം ഒന്നായതുകൊണ്ട് കാക്കമ്മയ്ക്ക് തിരിച്ചറിയാനായില്ല. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണല്ലോ. കാക്കമ്മ അവർ 5 പേരെയും സ്നേഹത്തോടെ ലാളിച്ച് വളർത്തി തുടങ്ങി. എന്നിട്ട് കുട്ടികളെല്ലാവരും വളർന്നു തുടങ്ങി. ഒരു കുഞ്ഞിന് മാത്രം എന്തോ വ്യത്യാസം പോലെ തോന്നി. നമ്മളെ ചെറിയ മോൾക്ക് വലിപ്പം വെക്കുന്നില്ലല്ലോ കാക്കമ്മേ. തീരെ ആരോഗ്യമില്ലാത്ത പോലെ. അത് പോഷകാഹാരത്തിന്റെ കുറവായിരിക്കുന്നേ. ഞാനില്ലേ ആ അംഗൻവാടിന്ന് 2 പാക്കറ്റ് അമൃതം പൊടി അടിച്ചു മാറ്റിയിട്ടുണ്ട്. അത് കുറുക്കാക്കി കൊടുത്തിട്ടെങ്കിൽ ഇച്ചിരി ആരോഗ്യം വെച്ചാൽ മതിയായിരുന്നു. നമ്മളെ കാക്കാക്കുഞ്ഞിന്റെ ചിറ്റമ്മല്ലേ വരുന്നേ? അതെ അതെ, ചിറ്റമ്മേ വാ വാ. എത്ര നാളായി കണ്ടിട്ട്? പിന്നെ നിന്റെ കുഞ്ഞുങ്ങളെയും കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ? നിങ്ങളെ കാണാൻ വന്നതാ ഞാൻ. ഒരുപാട് സന്തോഷം ചിറ്റമ്മേ. മക്കളെ വാ, ചിറ്റമ്മ നിങ്ങൾക്ക് ഒരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. നോക്ക്, ഉണ്ണിയപ്പം. എന്താണ് നിന്റെ കൊച്ച് ഇങ്ങനെ കരയണത്? ശരിയാണല്ലോ, നീ അവളെ കരയാൻ പഠിപ്പിച്ചില്ലേ? ഞാൻ പഠിപ്പിച്ചതാണല്ലോ മോളെ. ഇങ്ങനെയല്ല, അങ്ങനെയല്ല മോളെ. ഇതെന്താടാ കാക്ക കുഞ്ഞ് കുഞ്ഞെ പോലെ കരയണത്? ഇവിടെ വാ കൊച്ചേ. ഇത് കാക്കക്കുഞ്ഞല്ല. ചിറ്റമ്മേ, അനാവശ്യം പറയരുത്. ഇതെന്റെ കുഞ്ഞാ. പിന്നെ കുഞ്ഞിന്റെ കുഞ്ഞിനെ കാണിച്ചിട്ട് കാക്കക്കുഞ്ഞാന്ന് പറഞ്ഞാ ഞാൻ സമ്മതിച്ചു തരണോ? തന്നോട് നിർത്താൻ. നീ എന്നെ സൂക്ഷിച്ചു നോക്ക്. ഇത് കാക്കക്കുഞ്ഞല്ല. അങ്ങനെ അവര് 3 പേരും തമ്മിൽ പൊരിഞ്ഞ വഴക്കായി. എന്നിട്ട് എന്ത് സംഭവിച്ചു മുത്തശ്ശി? കുയില് തന്റെ കുഞ്ഞല്ല എന്ന് തിരിച്ചറിഞ്ഞ കാക്കമ്മ ചങ്ക പൊട്ടിക്കരഞ്ഞു. സമ്മതിക്കില്ല. അത് നമ്മുടെ വർഗത്തിന് ചേർന്ന കാര്യമല്ല. നമ്മുടെ സമുദായം നിന്നെ പഴിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ പറയുന്നത്? നീ കുഞ്ഞിനെ ഉപേക്ഷിക്കണം. സാധ്യമല്ല. എന്റെ കുഞ്ഞല്ലെങ്കിൽ ഞാനിങ്ങനെ എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തിയത്. ഇവളെന്നെ സ്വന്തം അമ്മയെ പോലെയാ കണ്ടിരുന്നത്. സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കാനാവില്ല. ഇത് നിന്റെ സ്വന്തം കുഞ്ഞല്ലല്ലോ. ഏതോ കുഞ്ഞിന്റെ കുഞ്ഞെ നീ എന്തിനു സ്നേഹിച്ചു വളർത്തണം?
എന്നിട്ടെന്താ, കാക്കമ്മ കുയിൽ കുഞ്ഞിനെ തന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തി. ഒടുവിൽ പറക്കാൻ മുറ്റിയപ്പോ കുയിൽ കുഞ്ഞ് കാക്കമ്മയോട് ഒരു യാത്ര പോലും പറയാതെ പറന്ന് പറന്ന് ദൂരേക്ക് പോയി. എന്നിട്ട് കാക്കമ്മ എന്തായിരുന്നു മുത്തശ്ശി? കാക്കമ്മ തന്റെ കുഞ്ഞിനെ തേടി കരഞ്ഞ് കരഞ്ഞ് ഒരുപാട് നടന്നു. ഇന്നും കാക്കമ്മ തന്റെ കുഞ്ഞിനെ തേടി നടക്കുകയാണ്. പാവം കാക്കമ്മ അല്ലേ മുത്തശ്ശി? പാവം. ഇനി അടുത്ത കഥ പറയാം മുത്തശ്ശി. അടുത്ത കഥ ഇനി നാളെ. വാ